ദൈവത്തിന് മഹത്വം. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെ റോളുകളും നമ്മൾ കഴിഞ്ഞ 12 ലക്കങ്ങളായി പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ള 3 ക്ലാസ്സുകൾ കൂടെ ചില അത്യാവശ്യ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ കാലഘട്ടം ലോക്ക്ഡൗൺ ആയതിനാൽ 90% കുഞ്ഞുങ്ങളും നമ്മളോടൊപ്പം ഭവനങ്ങളിലുണ്ട്. എന്നിരുന്നാലും അവർ മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പഠനത്തിനും ജോലിക്കുമായി ഒക്കെ പോകുമ്പോൾ അവരുടെ ആത്മീയത എങ്ങനെയിരിക്കുന്നു എന്ന് നാം നിരന്തരം പരിശോധിക്കേണ്ടതാണ്. 10ാം ക്ലാസ് വരെ പെൺകുട്ടികൾ മാതാപിതാക്കളോടൊത്ത് അടങ്ങി ഒതുങ്ങി കഴിയുകയും ആൺകുട്ടികൾ 10ഉം 12ാം ക്ലാസ് വരെയൊക്കെ വലിയ ശല്യമില്ലാതെ വളരെ കീഴ്പ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുകയാണ് പതിവ്. എന്നാൽ ഒരു ചെറിയ ലോകത്തിൽ നിന്നും ഒരു വിശാല ലോകത്തിലേക്ക് എത്തുന്നത് പോലെയാണ് അവരുടെ കോളേജ് ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ കൂട്ടത്തിൽ യൗവനമോഹങ്ങളും ആരും അവരെ നിയന്ത്രിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു കാലഘട്ടവുമാണ് ഇത്. ഒരുതരം സ്വാതന്ത്ര്യം, സ്വതന്ത്ര വിഹാരം, കിളിയെ കൂട് തീർന്നു വിട്ട പ്രതീതി. അടിസ്ഥാനം മറഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും അല്ലേ? അതെ, ഈ പ്രായത്തിൽ അവർ എന്തും ചെയ്യും. കുടുംബം തന്നെയാണ് ആദ്യത്തെ പാഠശാല. മാതാപിതാക്കളിൽ നിന്നാണ് അവർ ആദ്യം പാഠം പഠിക്കേണ്ടത്. സത്യോപദേശത്തിൽ അവരെ വളർത്തി അടിസ്ഥാനം ശരിയാക്കണം. അടിസ്ഥാനമില്ലെങ്കിൽ ഏത് കെട്ടിടവും തകരും. ഇതുപോലെ അടിസ്ഥാനമില്ലാതെ വളർത്തിയതാണ് നമ്മുടെ പല തലമുറകളും നമ്മളിൽ നിന്നും അകലാൻ കാരണം. 5 വയസ്സിന് മുമ്പ് തന്നെ പണിയപ്പെടേണ്ടതാണ് അടിസ്ഥാനം. ഈ പ്രായത്തിൽ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ നാം അവരെ സൺഡേ സ്കൂളിൽ അയക്കാൻ മറക്കരുത്. സൺഡേ സ്കൂളിൽ പാഠപുസ്തകം മനഃപ്പാഠമാക്കാനും വാക്യങ്ങൾ മനഃപ്പാഠമാക്കാനും മാത്രം നാം പഠിച്ചാൽ പോരാ. പാഠ്യേതര വിഷയങ്ങൾക്ക് എൻ്റെ മക്കൾ ഒന്നാമത് എത്തണമെന്നും ചിന്തിക്കുകയും അവരെ മത്സരികളായി വളർത്തുകയും അവരുടെ ഹൃദയത്തിൽ മത്സര മനോഭാവം കുത്തി നിറയ്ക്കുകയും ചെയ്യുമ്പോൾ മാതാപിതാക്കൾ അവരെ ഒരു വിധത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അത് നാം അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് സൺഡേ സ്കൂളിൽ അവർ എന്തു പഠിച്ചു എന്ന് തിരക്കേണ്ടത്. എന്നാൽ കൊച്ചുനാളിലെ അവരെ മത്സരികൾ ആക്കി തീർക്കുമ്പോൾ നാം പലപ്പോഴും അവരുടെ ആത്മീയത മറക്കുന്നു. ഒരുപക്ഷെ അവർ സ്കൂളിലും സൺഡേ സ്കൂളിലും ഒക്കെ ഒന്നാമതായിരിക്കും. പക്ഷെ ജീവിതത്തിൽ തോൽവിയുടെ ഒരു പ്രവേശന കവാടത്തിൽ എത്തി നിൽക്കുകയാണ്. കാരണം കുഞ്ഞു മനസ്സിലെ കോമ്പറ്റീഷൻ അഥവാ മത്സരം എന്തിനേയും ജയിക്കാനുള്ള ഒരു വിഷവിത്ത് നാം പാകിയിടുകയാണ്. അത് അവിടെ വളരാൻ തുടങ്ങും. എല്ലാവരെയും കാൽക്കീഴാക്കി എൻ്റെ തല ഉയർന്നിരിക്കണമെന്ന ഭാവവും അസൂയയും പകയും ധാർഷ്ട്യവും അവരിൽ വളരുകയും അവരുടെ ജയത്തിന് വളവും വെള്ളവും പരോക്ഷമായി നാം അനുവദിക്കുകയുമാണ്. ആരാധനായോഗങ്ങളും കൂട്ടായ്മകളും മുടക്കിപ്പോലും അവരെ പഠിപ്പിച്ച് വലിയ മത്സരികളാക്കി നാം മാറ്റുന്നു. സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിലും മാറ്റങ്ങൾ വരുത്തിയാൽ നന്നായിരിക്കും. യേശുവിനെക്കുറിച്ചും അവൻ്റെ ജീവിതോപദേശവും വളർച്ചയും മനോഭാവവും ശുശ്രൂഷയും അവിടുന്ന് വരുത്തുന്ന സ്വാധീനവും ഒക്കെ പഠിപ്പിച്ച് കുട്ടികളിൽ യേശുവിനെ നിറച്ചിരുന്നെങ്കിൽ ഈ തലമുറയിലെ കുഞ്ഞുങ്ങൾ എത്രമാത്രം മാറിയേനെ. ക്രിസ്തീയ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് മാനസാന്തരം അത്യന്താപേക്ഷിതമാണ്. അത്യാവശ്യം പാഠങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് കുട്ടികളുമായി സംവാദിക്കുകയും അവരുടെ കൂട്ടുകാരെ പറ്റി തിരക്കുകയും ജീവിതത്തിലെ പ്രതിസന്ധികളെപ്പറ്റി സംസാരിക്കുകയും രക്ഷയുടെയും സ്നാനത്തിൻ്റെയും പരിശുദ്ധാത്മാ നിറവിൻ്റെയും വിശുദ്ധ ജീവിതത്തിൻ്റെയും ഒക്കെ ആവശ്യത്തെപ്പറ്റി കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് സൺഡേ സ്കൂൾ അധ്യാപകർ ദൈവ മക്കളുടെയും ഉത്തരവാദിത്തമാണ്. സഭാ കൂടിവരവുകളിലും മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ആത്മാവ് കീറി മുറിയുന്നത് ദൈവവചനം എന്ന വാളിലൂടെ മാത്രമാണ്. അതിനായി പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കാൻ ശുശ്രൂഷകന്മാർ ശ്രദ്ധിക്കണം. അവരത് ജനങ്ങളിലേക്ക് പകർന്ന് കൊടുക്കുമ്പോൾ ജനം ആത്മാവിൻ്റെ സ്പർശനം അനുഭവിക്കുകയും ഹൃദയം കീറി മുറിഞ്ഞിട്ട് രൂപാന്തരത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. അടുത്ത ഒരാഴ്ച എങ്ങനെ ജീവിക്കണമെന്നും എന്ത് പ്രഘോഷിക്കപ്പെടണമെന്നും ജനത്തെ അഭ്യസിപ്പിക്കേണ്ട സ്ഥലമാണ് സഭാ കൂടിവരവുകൾ. പ്രായോഗിക ക്രിസ്തീയ ജീവിതവും എങ്ങനെ വിശുദ്ധമായി ജീവിക്കണം എന്നും അവർ മനസ്സിലാക്കേണ്ടത് സഭാ കൂടിവരവുകളിലൂടെയാണ്. ഹോസ്റ്റലിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കട്ടെ. അവരെക്കുറിച്ചുള്ള വളരെ ഉത്തരവാദിത്തം നമുക്ക് വേണം. ഫോണും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ യേശുവിന് കാണാൻ പറ്റാത്തതൊന്നും കാണുന്നില്ലെന്നും
യേശു കേൾക്കാത്ത ഒന്നും കേൾക്കുന്നില്ലെന്നും എപ്പോഴും അവരെ ഓർപ്പിക്കുന്നത് നന്നായിരിക്കും. അവർക്ക് ഹോസ്റ്റലിൽ പോകുന്ന കുട്ടികൾക്ക് കൂട്ടായ്മയ്ക്കായി നല്ലൊരു സഭ ഉണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വലിയ ഡൊണേഷൻ കൊടുത്തും ഫീസ് കൊടുത്തും ഒക്കെ പഠിക്കാൻ ചേർത്ത് കഴിഞ്ഞാണ് പലരും ഇത് തിരക്കുന്നത്. എന്നാൽ ഒട്ടും തിരക്കാത്തവരുമുണ്ട്. ഒരു പാസ്റ്ററെയും കുടുംബത്തെയും കണ്ടെത്തുകയും ആ സഭയിൽ അവർ വരുന്നുണ്ടോ എന്ന് നിരന്തരം തിരക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മുടെ നന്മയിൽ അവർക്കും കൂടെ ഒരു കൂട്ടായ്മ കാണിക്കാനും കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതും നന്നായിരിക്കും. ഒക്കുമെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മക്കളോടൊത്ത് ആ പാസ്റ്ററുടെ കുടുംബത്തോടുമൊത്ത് സഭാ കൂടിവരവുകളിൽ പോകാനും അവരുടെ നന്മ മറ്റുള്ളവരുമായി പങ്കുവെക്കാനും ഒക്കെ ഉതകുവാൻ ഈ കാലഘട്ടം നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ ഉത്സാഹവും പ്രചോദനവുമായി മാറും. വലിയ സഭകളിൽ വിടുന്നതിനേക്കാൾ ഉത്തമം കൊച്ചു കൊച്ചു സഭകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുന്നതാണ് നല്ല കാര്യം. അവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ പാസ്റ്റർമാർക്ക് ഈ അവസരത്തിൽ ഇടയാകും. എന്നാൽ കുട്ടികൾക്ക് വലിയ സഭയാണ് ഇഷ്ടം എന്നത് നാം മറക്കണ്ട. അവരെ ആരും ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് അവർക്കും താല്പര്യം. കോളേജിലെ അഡ്മിഷൻ്റെയും ഹോസ്റ്റലിൻ്റെയും താമസ സൗകര്യങ്ങളെയും പറ്റിയും ഒക്കെ ചിന്തിക്കുമ്പോൾ വളരെ ജാഗ്രതയോടെ, വളരെ ഏകാഗ്രതയോടെ, ദൈവാശ്രയത്തോടെ നമ്മുടെ മക്കളുടെ ഭാവി കർത്താവിനെ നമുക്ക് ഫലമേൽപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ ജീവിതം, നമ്മുടെ സഭാ ജീവിതം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹോസ്റ്റൽ കോളേജുകൾ ജീവിതം, ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു കൺസേണായി മാറുവാനും അവരെ കർത്താവിൽ നിലനിർത്താൻ ഏത് വിധേനയും കർത്താവിൽ അവരെ വളർത്തിയെടുക്കുവാനും നമ്മളും നമ്മുടെ സഭാജനങ്ങളും നമ്മുടെ ശുശ്രൂഷകന്മാരും കുടുംബങ്ങളും ഉത്സാഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.